വെൽക്കം ബാക്ക് ടു ദ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കാണ് IVF നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട്, നമുക്ക് റിസൾട്ട് പോസിറ്റീവ് ആകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ 5 പ്രിക്വേഷൻസ്. IVF ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളുടെ റിസൾട്ട് പോസിറ്റീവ് ആകണം എന്ന് തന്നെയാണ്. കാരണം നമ്മൾ അത്രമാത്രം എഫേർട്ട്, അത്രമാത്രം ക്യാഷ്, അത്രമാത്രം ടൈം ഒക്കെ മുടക്കിയാണ് IVF ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 5 കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇത് ഫോളോ ചെയ്യുകയും കൂടി വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആകും. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ മെയിൻ കാര്യമാണ് നമ്മുടെ മെഡിക്കേഷൻസിനെ പറ്റി. IVFന് ശേഷം, അതായത് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നമുക്ക് കുറച്ച് മെഡിസിൻസ് തരും. അതിൽ കൂടുതലും സപ്പോർട്ടീവ് മെഡിസിൻസ് ആയിരിക്കും. അതിൽ പ്രൊജസ്ട്രോൺ ജെൽ ഉണ്ടായിരിക്കും, ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരിക്കും, പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ അശ്രദ്ധ മൂലമോ നിങ്ങളുടെ മറവി മൂലമോ നിങ്ങൾ ടൈം ടു ടൈം മെഡിക്കേഷൻസ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ എംബ്രിയോസിന്റെ ഇംപ്ലാന്റേഷൻ മുഴുവനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ മെഡിക്കേഷൻസിലാണ്. പ്രത്യേകിച്ച് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൽ മെയിൻ ആയിട്ട് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊജസ്ട്രോൺ നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന പ്രൊജസ്ട്രോണിലായിരിക്കും നമ്മുടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ടൈം ടു ടൈം മെഡിക്കേഷൻസ് എടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യം. നെക്സ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ആ 15 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 24 മണിക്കൂറും നമ്മളുടെ റിസൾട്ട് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാം തന്നെ 100% ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും റിസൾട്ടിനായിട്ട് ഹാപ്പി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് തന്നെ ചിന്തയാണോ കൊണ്ടുവരുന്നത്, അതേ തരത്തിലുള്ള ഹോർമോൺസ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ റിലീസ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷന് ചാൻസ് വളരെ കൂടുതലാകുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് പോയി കഴിയുമ്പോൾ അവിടെയുള്ളവർ എല്ലാം ഒരുപാട് ടെൻഷനായിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ എത്രമാത്രം ഇഷ്ടപ്പെടും? എത്രയും വേഗം അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി പോകാനല്ലേ നിങ്ങൾ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. നെക്സ്റ്റ് ഒരു കാര്യമാണ്, നിങ്ങൾ β-HCG ടെസ്റ്റ് ചെയ്യിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന് ഡോക്ടറിനെ ഇൻഫോം ചെയ്യുന്നത് വരെയുള്ള ഗ്യാപ്പിൻ്റെ മെഡിസിൻസ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ മെഡിസിൻസ് ഉണ്ടാവണം. കാരണം മെഡിസിൻസിൻ്റെ ബ്രാൻഡ്, ഡോസ്, ടൈം ഇതെല്ലാം വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ β-HCG ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുന്ന ആ ഒരു സമയം ഡോക്ടറിനെ ഇൻഫോം ചെയ്യുന്നത് വരെയുള്ള മെഡിസിൻസ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണണം. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള കുറച്ച് നോർമൽ സിംറ്റംസും കുറച്ച് വാർണിംഗ് അലാം സൈൻസും ഉണ്ട്. ചിലവർക്ക് ബ്ലോട്ടിംഗ്, ചിലവർക്ക് വയറ്റിൽ ചെറുതായിട്ടുള്ള വേദന, ചിലവർക്ക് ക്രാംസ്. ഇങ്ങനത്തെ അവസരത്തിൽ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ നോർമൽ സിംറ്റംസ് ആണെന്നും ഇങ്ങനത്തെ കേസസിലുള്ള ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചെറുതായിട്ടൊക്കെയുള്ള ടെമ്പറേച്ചർ, ബോഡി ഏക്ക്, ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസിൻ കഴിക്കാവുന്നതാണ്. ആസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നോർമൽ ആൻറ്റാസിഡ് ടാബ്ലറ്റ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മാത്രം ക്ലിനിക്കിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് വരേണ്ടതാണ്. കാരണം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലിനിക്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ കോൺടാക്ട് ആകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ടാബ്ലറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കാണണം. അപ്പോൾ എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ആ ടാബ്ലറ്റ്സ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് IVFന് ശേഷമുള്ള അലാം സയൻസിനെ പറ്റിയുള്ള നോളജ് എന്തായാലും വേണം. അലാം സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ ഒട്ടും വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫറിൽ 3 മെയിൻ ആയിട്ടുള്ള അലാം സിഗ്നൽസ് ഉണ്ട്. ആദ്യത്തേതാണ് വയറ് വീർക്കുകയും ഒരുപാട് വൊമിറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോമിൻ്റെ സിഗ്നൽ ആകാം. ഇമീഡിയറ്റ്ലി IVF സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ആണ് ബ്ലീഡിംഗ്. IVF കഴിഞ്ഞ് കോമൺ ആണ്. പക്ഷേ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടതെന്ന്. അത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് ആണ് ശ്വാസമുട്ടൽ. ഇത് പൾമനറി ത്രോംബോ എംബോളിസം അല്ലെങ്കിൽ ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷന്റെ സിഗ്നൽ ആകാം. ഇമീഡിയറ്റ്ലി നിങ്ങൾ IVF സെന്ററിൽ കോൺടാക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ കാര്യം പറയാം. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൽ ബ്ലീഡിംഗ് ഒരു വാർണിംഗ് സിഗ്നൽ ആണ്. ബ്ലീഡിംഗ് കോമൺ ആണ്. പക്ഷേ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ എമർജൻസി ഉള്ള ഒരു സിറ്റുവേഷൻ ആകാൻ കാരണമാകും. നെക്സ്റ്റ് ആണ് IVF കഴിഞ്ഞ് ഒരുപാട് പേര് ബെഡ് റെസ്റ്റ് ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ടുള്ള ഒരു പ്രവണതയാണ് ബെഡ് റെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം IVF പോലത്തെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല IVFന്റെ റിസൾട്ട് പോസിറ്റീവ് ആകാതിരിക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ബെഡ് റെസ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അത് റോങ് ഡിസിഷൻ ആകാനാണ് കാരണമാകുന്നത്. നിങ്ങൾ എന്താണ് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവ് ആകാൻ കാരണമാകും. കാരണം ബെഡ് റെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോവുകയും നിങ്ങളുടെ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോവുകയും ചെയ്യും. അതുമൂലം എംബ്രിയോ ഇംപ്ലാന്റേഷൻ അത് തടസ്സപ്പെടും. അത് മാത്രമല്ല, നിങ്ങൾ അമിതമായിട്ട് ബെഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിൽ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ത്രോംബോ എംബോളിസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമൂലം നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടന്നാൽ പോലും നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റ് കറക്റ്റ് ആയിട്ട് ആകില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും IVF ചെയ്തതിന് ശേഷം നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. നിങ്ങളുടെ ശരീരം ടയേർഡ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബെഡ് റെസ്റ്റിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ റുട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി ഉണ്ടാകുകയും യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് തന്നെ പോകുകയും അതുമൂലം എംബ്രിയോ ഇംപ്ലാന്റേഷന്റെ ചാൻസ് കൂടുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എയറോബിക് എക്സസൈസ്, സൂംബ, ഡാൻസിങ് ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നോർമൽ ആയിട്ടുള്ള ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് സേഫ് ആയിട്ട് IVF കഴിഞ്ഞ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷന്റെ ചാൻസ് കൂടുന്നത്. ചില പ്രത്യേക കണ്ടീഷൻസിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ബെഡ് റെസ്റ്റ്. എന്നാൽ മാത്രമേ നിങ്ങൾ ബെഡ് റെസ്റ്റ് ചെയ്യാവൂ. അല്ലാതെ പക്ഷേ നിങ്ങൾ ബെഡ് റെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ് സേഫ് ആയിട്ട്. അതുമൂലം നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷന് യാതൊരു കുഴപ്പവും പറ്റില്ല. മറിച്ച് എംബ്രിയോ ഇംപ്ലാന്റേഷന്റെ ചാൻസ് കൂടുകയേ ഉള്ളൂ. ഇനി ഡയറ്റിന്റെ കാര്യം പറയാം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ എല്ലാ ഫുഡും ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. വെളിയിൽ നിന്നുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് സ്പൈസി ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. സ്പൈസി ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അസിഡിറ്റി കൂടും. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി കുക്ക് ചെയ്ത് നോൺ വെജ് നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫിഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മെർക്കുറി കണ്ടന്റ് കുറവുള്ള ഫിഷ് തിരഞ്ഞെടുത്ത് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും നമ്മളുടെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനാണോ നമ്മുടെ വീഡിയോസ് കാണുന്നത് അത് എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.